ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. വിമാന ടിക്കറ്റ് നിരക്ക് ഡൽഹിയിൽ കുത്തനെ കൂട്ടി എന്ന വാർത്ത കൂടി ബൽറാം പങ്കുവയ്ക്കുന്നു. ബൽറാം, എന്താണ് ഡൽഹി വിമാനത്താവളത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം? SKN ഇന്നും വിമാന സർവീസുകളെ വ്യാപകമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇൻഡിഗോയുടെ എല്ലാ സർവീസുകളും ഇന്നും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി പതിയെ പരിഹരിച്ചു വരുന്നു എന്നാണ് ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അത്ര തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നില്ല, അത്രത്തോളം പ്രതിസന്ധി ഇല്ല, കാര്യങ്ങൾ പരിഹരിച്ചു വരുന്നു എന്ന് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നു. അതേസമയം ഡൽഹിയിൽ നിന്നും വിവിധ ഇടങ്ങളിലേക്കുള്ള ടിക്കറ്റ് ചാർജുകൾ അത് ഏതാണ്ട് 10 ഇരട്ടിയോളം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സാധാരണ നിലയിൽ ഡിസംബറിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നു കാണാറുണ്ട്. അവധി ആകുന്നത് കൊണ്ട് തന്നെ ആളുകൾ നാടുകളിലേക്ക് മടങ്ങുന്ന ഒരു സമയമാണ്. ക്രിസ്മസ് അടക്കമുള്ള സീസൺ പരിഗണിച്ചുകൊണ്ട് ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കാറുണ്ട്. എങ്കിൽ പതിവിലും എത്രയോ ഇരട്ടി, 6 ഇരട്ടിയോ 7 ഇരട്ടിയോ ടിക്കറ്റ് ചാർജ് ഈ കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെയായിരിക്കുകയാണ്. കേരളത്തിലേക്ക് ടിക്കറ്റ് നിരക്ക് 50,000-ന് മുകളിൽ ടിക്കറ്റ് നിരക്ക് പല കമ്പനികളും ഈടാക്കുകയാണ്. നിലവിൽ അവരുടെ വെബ്സൈറ്റുകളിലും മറ്റും അത് ദൃശ്യവുമാണ്. ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി യാത്രക്കാർക്ക് ഇത് സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് മറികടക്കുന്നതിനായി ട്രെയിനുകളിൽ അധിക കോച്ചുകൾ, ഒപ്പം തന്നെ പുതിയ സ്പെഷ്യൽ ട്രെയിനുകൾ എന്നീ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട്. ഇന്ന് 6 സ്പെഷ്യൽ ട്രെയിനുകൾ ഇന്നും നാളെയുമായി സർവീസ് നടത്തുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകളോ കൂടുതൽ കോച്ചുകളോ അനുവദിക്കുന്ന കാര്യം പരിഗണിക്കും എന്നും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സെൻട്രൽ റെയിൽവേയാണ് 6 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SKN ഇപ്പോൾ കുറച്ച് യാത്രക്കാർ പ്രതികരിച്ചുകൊണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് കാണാം. താങ്ക് യു ബൽറാം നെടുങ്ങാടി. യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് പോകുന്നു. ഇവരൊരു അറിയിപ്പെങ്കിലും തരണ്ടേ? കൃത്യസമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ബോർഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാക്കിയത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള കൊച്ചാണ്. നാളെ പോയി നാളെ കഴിഞ്ഞ് ഡ്യൂട്ടി കയറേണ്ട ആളാണ്. ഇവർക്ക് നമുക്കൊരു അറിയിപ്പ് തന്നല്ലേ? മൊബൈലിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് തരാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണോ? ഇവിടെ വരുമ്പോഴല്ലേ നമ്മളിത് ക്യാൻസലാക്കിയെന്ന് അറിയണത് തന്നെ. ഇന്നലെ അറിയിച്ചെങ്കിൽ ഞങ്ങൾ രാവിലെ ബാംഗ്ലൂർ ഡയറക്റ്റ് പോയിക്കൊണ്ട് തന്നെ നടന്നു. ഇപ്പോൾ ഈ കൃത്യസമയത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് എത്തുമോ? അത് നേരത്തെ ഒരു ഇൻഫർമേഷൻ തരണ്ടല്ലേ ഞങ്ങൾക്ക്? വളരെ മോശം ഇവർ ചെയ്യുന്നത്. ഞാനിപ്പോൾ 6:15 ആയപ്പോൾ എത്തിയതാണ്. 9:45 ഫ്ലൈറ്റാണ്. അപ്പം ഇതുവരെ നമുക്ക് ഇൻഡിബേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു, ക്യാൻസലേഷൻ്റെ ഒന്നും. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇല്ല, ഇന്നും നാളെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 8-ാം തീയതിക്ക് വേണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ 8-ാം തീയതിയും ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാനൊരു എക്സാമിൻ്റെ ഭാഗമായിട്ട് പോവുക. അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാക്കുന്നു. എനിക്ക് 8-ാം തീയതി മുതൽ എക്സാം ഉണ്ട്. ഇപ്പോഴാണ് അറിയുന്നത്. ചണ്ഡീഗഡ്. Yeah, so we were supposed to fly on the 5th. That's Friday. That's 2 days ago. The flight got cancelled. Then we changed to 6th yesterday. It got cancelled as well. So we had to stay here in Kochi Airport 2 nights. And today is the last chance to get to Mumbai to take our flight back to Germany. We were supposed to have two days in Mumbai, but that's not possible now. Now we booked a super expensive ticket for Air India because they fly and Indigo is just nothing working, and they don't even compensate for the other ticket. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.